അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസിനുള്ള. ബഹുമാനനായ മർക്കസ് സനാബുൽ ഉലൂം മാനേജിംഗ് ഡയറക്ടർ സലാഹുദ്ദീൻ സലാഹി, 4-ാം വാർഡ് കുറുവ പഞ്ചായത്ത് മെമ്പർ ഷാക്കിർ, 5-ാം വാർഡിലെ മെമ്പർ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ മണിയേട്ടൻ, മറ്റെൻ്റെ മുമ്പിലുള്ള രക്ഷിതാക്കളെ, മർക്കസ് സനാബുൽ ഉലൂമിലെ അധ്യാപികമാരെ, സ്നേഹമുള്ള കുട്ടികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മർക്കസ് സനാബുൽ ഉലൂമിൻ്റെ പ്രീ സ്കൂളിൻ്റെ 3 വർഷ കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾ ഇന്ന് പുറത്തിറങ്ങുന്ന ഒരു ദിവസമാണ്. അൽഹംദുലില്ലാഹ്, മർക്കസ് സനാബുൽ ഉലൂമുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. പ്രീ സ്കൂൾ മുതൽ മറ്റ് വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ മർക്കസ് സനാബുൽ ഉലൂമിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത കോഴ്സുകളിലായി 5000-ലേറെ പഠിതാക്കൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് മർക്കസ് സനാബുൽ ഉലൂം. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും ഇവിടെ നടക്കാനുണ്ട്. ഈ അവസരത്തിൽ പ്രധാനമായി പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് നമുക്കറിയാം, മതപഠനത്തിനാണ് കൂടുതൽ താല്പര്യം നൽകുന്നത്, നമ്മൾ പ്രാധാന്യം നൽകുന്നത്. കാരണം അത് നമുക്ക് ഇഹലോകത്തും പരലോകത്തേക്കും ആവശ്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം നമുക്കറിയാം, അത് ഈ നമ്മുടെ ഇഹലോകത്തേക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാനുള്ളതാണ്. അതും നമുക്ക് വേണം. അതേസമയം പലപ്പോഴും നമ്മൾ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതേസമയം ആത്മീയമായ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ പ്രാധാന്യം നൽകാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കളോടല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മദ്രസയിൽ ഒരു 6-ാം ക്ലാസ് 5-ാം ക്ലാസ് 6-ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ പിന്നെ കുട്ടികളെ ആ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വിടാറില്ല. നേരെ മറിച്ച് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് എത്ര കാശും എത്ര സമയവും എത്ര ഒഴിവുകളും ഒക്കെ എടുത്താലും അതിന് എത്ര കാശ് ചെലവഴിച്ചാലും യാതൊരു പ്രയാസവും മനസ്സിൽ തോന്നാറില്ല. നേരെ മറിച്ച് മദ്രസക്കോ അല്ലെങ്കിൽ ആത്മീയമായ വിദ്യാഭ്യാസത്തിനോ ഒരല്പം സമയം അല്ലെങ്കിൽ ഒരല്പം അവർക്ക് പഠിക്കാൻ ആവശ്യമായ ചെലവ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളിൽ നിന്നുള്ള പ്രയാസങ്ങളാണ്. ഒരു മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ്. അതേസമയം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസത്തെയാണ്. കാരണം ഒരു കാലത്തും മുറിഞ്ഞു പോകാത്ത പരലോകത്ത് നിത്യജീവിതത്തിലേക്ക് അഥവാ നിലനിൽക്കുന്ന എന്തെന്നും നിലനിൽക്കുന്ന ജീവിതത്തിലേക്ക് ആവശ്യമായ കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഇനിയിപ്പോൾ വെക്കേഷനാണ്, നമുക്കറിയാം പല കുട്ടികളും വ്യത്യസ്തമായ രീതികളായിരിക്കും ഈ വെക്കേഷൻ ഉപയോഗപ്പെടുത്തുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്തും അവർക്ക് അനിവാര്യമായ ദീനി അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ, നമ്മളൊരു കുട്ടി കരയുമ്പോഴത്തേക്ക് നമ്മൾ ആ കുട്ടിക്ക് മൊബൈലാണ് കൊടുക്കൽ, കുട്ടീൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി, അല്ലേ? അധിക രക്ഷിതാക്കളും നമ്മളടക്കം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ആ സോഷ്യൽ മീഡിയയുടെ അത് കുട്ടിക്കളിയല്ല എന്നുള്ള
ഒരു പ്രോഗ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ അവധിക്കാലത്ത് നടന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മളെ കുട്ടികളെ നമ്മൾ അയക്കുകയും അവർക്ക് ആവശ്യമായ മതബോധവും ഭൗതികമായ വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് കാണാനും ആസ്വദിക്കുവാനും ഒക്കെയാണ് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. മർക്കസ് ഇസ്ലാമുൽ ഉലൂമിൻ്റെ ഈ പ്രീ സ്കൂളിൻ്റെ ജനദാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.